ഗൈസ്, നമ്മുടെ അർഷദ് വന്നിട്ടുണ്ട്. അർഷദ് ആൻഡ് വൈഫ്. ഹലോ. ഒരു എന്താണ് ഒരു പേടി? ഒന്നുമില്ല. ഹലോ. ഹായ് സാർ. ഹലോ ഹലോ. കോഴിക്കോടുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന 23 വയസ്സുകാരനായ അർഷദ് ഇന്ന് ദുബായിൽ വെൽ സെറ്റിൽഡ് ആണ്. അർഷദ് നമ്മുടെ കൂടെ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ദുബായിലുണ്ട്. സോ ഈ അർഷദ് എങ്ങനെയാണ് ലൈഫിൽ സക്സസ്ഫുൾ ആയത് എന്ന് നമുക്ക് കേൾക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ അർഷദ് ആൻഡ് ഇത് നമ്മുടെ അർഷദിന്റെ വൈഫ് അനു. അല്ലേ? അനുവിന്റെ ശരിക്കുള്ള പേര് ഹന്ന. യെസ്. സോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ബാക്കി സക്സസ് സ്റ്റോറീസ് പറയുന്നതിനേക്കാൾ മുന്നേ എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്നറിയോ? അതായത് നോർമലി എല്ലാവരും കല്യാണം കഴിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 30 വയസ്സ് 40 വയസ്സിലൊക്കെയാണ് ആൾക്കാർ കല്യാണം കഴിക്കുന്നത്. കാരണം അതൊരു ലൈഫിൻ്റെ ഒരു വലിയൊരു ഡിസിഷനാണ്, അല്ലേ? അർഷദ് എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബിഗ് ഡിസിഷൻ എടുത്തത്? അതൊരു ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. അറേഞ്ച് മാരേജ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഫഹീം എന്ന പേര്. അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതാണ്. ഫഹീമിന്റെ സിസ്റ്ററാണ് അനു. അപ്പൊ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്? ഇല്ല, കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ അപ്പൊ ഫഹീമിന്റെ ഡയറക്റ്റ് നേരെ സിസ്റ്റർ അല്ല, ഫഹീമിന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മകളാണ്. പഠിച്ച വളർന്നൊക്കെ സാധാരണ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ എനിക്കും ആ ഒരു ചെറിയ പ്രായത്തിനല്ല, ആർക്കും ചെറിയൊരു പ്രായത്തിലുണ്ടാവും കല്യാണം കഴിക്കണം എന്നൊക്കെ. അപ്പൊ ഞാനും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫൈമിനോട് ഇടയ്ക്ക് ഇങ്ങനെ പറയും, നമുക്ക് കല്യാണമൊക്കെ നോക്കണ്ടേ കാര്യം. ഞാൻ 21ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് 19ാമത്തെ വയസ്സിൽ ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ആഗ്രഹം പറയാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ കോഴിക്കോട് ഞങ്ങൾ ഒരു ഫുഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, എന്റെ ഫാമിലി ഒരു പെണ്ണുണ്ട്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. തമാശക്ക് പറഞ്ഞതാ. അങ്ങനെ ഞാൻ പിന്നെ എപ്പോഴും ചോദിക്കും, പിന്നെ എപ്പം കണ്ടെങ്കിലും സംസാരം തന്നെയാണ്. എന്തായി, പേരെന്താണ്, ഫോട്ടോ കാണാൻ പറ്റുമോ? അങ്ങനെ ലാസ്റ്റ് ഞാൻ കാര്യം അറിയിച്ചു, അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പിന്നെ അതങ്ങ് നടന്നു. ഓക്കെ. അനുവിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിലല്ലേ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു 90% ഫ്രണ്ട്സും മുസ്ലിം ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലതരത്തിലുള്ള ആൾക്കാരെ കാണുന്നില്ല. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം ഇടുന്നത് ഒരു പേരിനാണ്. മീൻസ് ഒരു ഷോള് കൂടെ നിന്ന് കവർ ഇടും. ചിലവർ പിന്നെ ഇങ്ങനെ അവിടെ പിൻ ചെയ്തിട്ടൊക്കെ ഉള്ള തട്ടൊക്കെ ഇടും, ഒരു പേരിനാണ്. ശരിക്കും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അനു ഇങ്ങനെ ഫേസ് വരെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ അനുവിൻ്റെ ഫേസ് പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല. വല്ലപ്പോഴും നമ്മളൊരു ട്രിപ്പൊക്കെ പോയപ്പോഴാണ് ഞാൻ ഒരു അനുവിൻ്റെ ഫേസ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് ഇങ്ങനെ കവർ ചെയ്ത് ആ ഒരു ട്രഡീഷൻ, നിങ്ങളുടെ ആ ഒരു കൾച്ചർ, ആ ഒരു മുസ്ലിം കൾച്ചർ, അത് ഇത്രയും ഇങ്ങനെ ഫോളോ ചെയ്യാനുള്ള കാരണം എന്താ? ഞാൻ പഠിച്ചത് ഇങ്ങനെ ഇസ്ലാമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജിലാണ്. സെക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ്, ഗ്രാജുവേറ്റഡ് ആണ് ഞാൻ. നമ്മൾ ആ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഇസ്ലാമിക് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഇഷ്ടത്തിന് തന്നെ ഞാൻ ചൂസ് ചെയ്തതാണ് ഈ ഡ്രസ്സ്. ഓക്കെ. സ്വന്തം ഇഷ്ടത്തിൽ ചൂസ് ചെയ്തത്? ആഫ്റ്റർ 10th തുടങ്ങി ഇങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ വേറെ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇടണം, ഇങ്ങനെ വീട്ടിലൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പുറത്ത് എനിക്ക് അത് എക്സ്പോസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. അത് അങ്ങനെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അർഷദ്, അത് ഭാഗ്യം തന്നെയാണ്. കാരണം ഇപ്പോഴത്തേക്ക് പെൺകുട്ടികൾ അറിയാലോ, എല്ലാവർക്കും നല്ല മോഡേൺ ഡ്രസ്സ് ഇടണം, ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇടണം, ഇങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർ. പക്ഷെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കണം കേട്ടോ. കാരണം അർഷദ് ലൈഫിൽ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു, കല്യാണം കഴിക്കുക എന്നുള്ളത്. കറക്റ്റ് അർഷദിന്റെ ആ ഒരു സ്വഭാവത്തിന് പറ്റിയ വൈഫിനെ കിട്ടിയ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, അർഷദ് ഉസ്താദാവാൻ പഠിച്ച ഒരാളാണ് അല്ലേ? അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? എന്റെ ചെറുപ്പം മുതലേ പറയുകയാണെങ്കിൽ, ആദ്യം മുതൽ എന്റെ ഫാമിലി, എന്റെ ഫാദറിന്റെ ഫാമിലിയിൽ ഈ മതപരമായിട്ട് കുറച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് കൂടുതലാണ്. മദറിന്റെ ഫാമിലി അങ്ങനെ ആരുമില്ല. അപ്പൊ എനിക്ക് കുറച്ച് താല്പര്യം ഫാദർ ഫാമിലിയോട്ട് കൂടിയാണ്. അപ്പൊ ഞാനും ആദ്യം പറയും എനിക്ക് ഇതേപോലെ ആവണം എന്നൊക്കെ, ഇങ്ങനെ മതപരമായിട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ഫസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയി. അവിടെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഭയങ്കര സ്ട്രിക്റ്റാ. നമ്മള് 10ാം ക്ലാസ് വരെ സാധാരണ രീതിയിൽ പഠിച്ചു വളർന്ന് ആ സ്ട്രിക്റ്റ് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എല്ലാവരെയും പോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും കാസർഗോഡ് പോയത് ഉസ്താദിന്റെ പഠിക്കാൻ തന്നെയാണ് പോയത്. അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ പിന്നെ ഒരു കൂത്തുപറമ്പ്, ഒരു മൂര്യാട് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്. അവിടെ സാധാരണ മതപരമായിട്ട് പള്ളി ദർശാണത്, കോളേജും കാര്യങ്ങളൊന്നുമല്ല, പള്ളി തന്നെ ജീവിക്കുക. അവിടെ എത്തിപ്പെട്ട് പള്ളി തന്നെ താമസിക്കാം. പള്ളി തന്നെ താമസവും ഉറക്കവും കാര്യങ്ങളും ഭക്ഷണമൊക്കെ ഓരോ വീട്ടിലൊക്കെ ആയിട്ട് പള്ളി തന്നെ.
അപ്പൊ അങ്ങനെ പിന്നെ അവിടുത്തെ കൾച്ചർ ഇഷ്ടപ്പെട്ടു. ലൈക്ക് അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് അല്ല, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല സ്നേഹത്തോടെ കൂട്ടി കൊണ്ടുനടക്കുന്നത്. അങ്ങനെ പിന്നെ ഫാമിലിയോട് പറഞ്ഞു എനിക്ക് ഇവിടെ മതി. പിന്നെ ഒരു 6-7 വർഷം അവിടെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ ആ പ്രായത്തിലൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ, ഇപ്പൊ എന്റെ അനിയനൊക്കെ ആണെങ്കിൽ ഫുള്ള് ബൈക്കിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മൂഡാണ് ആ ഒരു ചെറിയ പ്രായത്തിൽ. എങ്ങനെ ഈ ഒരു പള്ളിയിലേക്കൊക്കെ പോയിട്ട് ലൈഫ് പള്ളിയിൽ ഉസ്താദിന്റെ കൂടെ അങ്ങനത്തെ ഒരു മൈൻഡ് എങ്ങനെ ഈ പ്രായത്തിൽ വന്നു? അതിനോട് താല്പര്യമുള്ളതുകൊണ്ടാണോ? ഉള്ളിലൊരു താല്പര്യമുണ്ട്, ആരും നിർബന്ധിച്ച് കൊണ്ടാക്കിയതല്ല ഒന്നാമത്തെ കാര്യം. അപ്പൊ പലരും എനിക്കറിയാം ഫാമിലി നിർബന്ധിച്ച് കൊണ്ടാക്കി നന്നാക്കാൻ നോക്കും. എനിക്ക് ആദ്യം മുതലേ ചില കാര്യങ്ങൾ അറിയില്ല, ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആയി അവിടെ എത്തുന്നു ഇവിടെ എത്തുന്നു അതിന്റെ കാര്യങ്ങളാവുന്നു. ഇപ്പൊ ഞാൻ തന്നെ 21 വയസ്സിൽ കല്യാണം കഴിക്കണം വിചാരിച്ച ഒരാളല്ല. എങ്ങനെ കല്യാണം കഴിച്ച് പിന്നെ ഒരു ടൈം വന്നേരം ഓൾറെഡി കല്യാണം കഴിച്ചു കഴിഞ്ഞു. എന്തൊരു കാര്യം വിചാരിക്കുന്ന സമയത്തൊന്നും ആയിപ്പോന്നു മാത്രം, കറക്റ്റ് വെൽ പ്ലാൻഡ് അല്ല. വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കൂല, വിചാരിക്കാത്ത കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടന്നു പോവാം. കൂട്ടുകാരൊക്കെ ഉണ്ടോ നാട്ടില്? ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് അല്ല. അതേപോലെ ഫ്രണ്ട്സ് എനിക്ക് തീരെയില്ല. അതാണ് കണ്ടോ, അതായത് ലൈഫില് ഫ്രണ്ട്സ് ഇല്ല, അതിന് പകരം പള്ളിയിലുള്ള ആൾക്കാർ, അങ്ങനെയാണ് ലൈഫ് കൊണ്ട്. അത് ചെറുപ്രായത്തില് ഞാൻ അങ്ങനെ ആക്കിയെടുത്തതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി. പക്ഷെ അർഷാദിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതിനകത്ത്. എന്റെ താല്പര്യം എന്റെ ലൈഫിലെല്ലാം ചെയ്യുന്നത് എന്റെ താല്പര്യത്തിലാണ്. അപ്പൊ ഈ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഫൈനാൻഷ്യലി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ഫൈനാൻഷ്യലി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ദിവസം ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കാനൊക്കെ നമ്മൾ പോകും. പിന്നെ മെയിനായിട്ട് പള്ളി പഠിക്കുന്ന വലിയ എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഭക്ഷണം 3 നേരം ഓരോ വീടുകളുണ്ടാവും, കിടന്നുറങ്ങും ഓരോ വീടുകളിലായിരിക്കും. ആ നാട്ടിലെ വീടുകളിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കാൻ. പള്ളി വീട് ഭക്ഷണം ഇത്ര അല്ലാണ്ട് ഇതിന്റെ മേലെ വലിയ എക്സ്പെൻസ് ഒന്നും വരാനില്ല. അപ്പൊ ആ സമയത്തല്ലേ കല്യാണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു? പഠിപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞതും കല്യാണം കഴിക്കലും ദുബായിലേക്ക് വരണം. അപ്പൊ ഒരു സെക്കൻഡ് ഗ്യാപ്പ് എവിടെയില്ല ലൈഫിൽ. അതായത് പഠിപ്പ് കഴിഞ്ഞു, ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻഗേജ്മെന്റ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജോലിയൊന്നുമില്ല. അപ്പൊ എങ്ങനെ അനുവിന്റെ വീട്ടിൽ ഇതുപോലെ ജോലിയൊന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു? അനു എങ്ങനെയാണ് ആ ഒരു ധൈര്യം എടുത്തത്? ഞാന് ആളോട് സംസാരിച്ച ടൈമില് ആൾക്ക് എന്താ അച്ചീവ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്, ആ ഒരു കാപ്പബിലിറ്റി ഉണ്ട് സംസാരിച്ച ടൈമില്. ഇപ്പൊ ജോലിയുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ആ ജോലി എപ്പോഴും എന്താ സ്റ്റേബിൾ ആയിരിക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ പോവാം. അപ്പൊ ജോലി ഇല്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടൊരു എനിക്ക് തോന്നിയില്ല. അത് അപ്പോ ഞാൻ സംസാരിച്ച ടൈമിലൊക്കെ ജോലിയൊക്കെ നേടിയെടുക്കാവുന്നതല്ലേ എന്ന് കരുതി. ആളുടെ ക്വാളിറ്റി മാത്രം, അല്ലാണ്ട് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കിയിട്ടില്ല. വീട്ടുകാരും അതെ, വീട്ടുകാർ ആളെ കണ്ടു, ആളെ ക്യാരക്ടർ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു. പിന്നെ എഡ്യൂക്കേഷനും ഇപ്പൊ ഇസ്ലാമിക് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. പിന്നെ അനുവിന്റെ ഫാദറും ഉസ്താദാണ്. അപ്പൊ ആളെ ഇഷ്ടപ്പെട്ടു. പിന്നെ ജോലി ടൈം ആവുന്നല്ലോ, എടുക്കാലോ. ഓക്കെ, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ദുബായിലേക്ക് വരാൻ പ്ലാൻ. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നല്ല ഓട്ടോമാറ്റിക്കലി ചിന്ത വരാൻ തുടങ്ങി, ഇനി ഇവിടെ ഒന്നും നടക്കൂല. പെട്ടെന്ന് ദുബായിലേക്ക് വന്നു. ആദ്യം വിചാരിച്ചത് ഒരു ജോലിയാണ്. എന്നാ പിന്നെ നാട്ടിൽ എന്തുകൊണ്ട് ഒരു ജോലി നോക്കിക്കൂടാ? അങ്ങനെ ഇല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം മുതലേ വളർന്നതൊക്കെ അധികം ഒറ്റക്ക. പക്ഷെ വന്ന ഉടനെ തന്നെ എല്ലാരെയും പോലെ ആ ജോലിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. ആ സമയത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട്, ആ ജോലിയും കിട്ടിയില്ല. പിന്നെ കുറച്ച് ദിവസം വിസിറ്റ് വിസയിലാണ് വന്നത്. പിന്നെ കുറച്ച് ദിവസം ഇതേപോലെ ജോലിയൊക്കെ തപ്പി. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് കുറച്ച് ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെയിൽസ് ഒക്കെയാണ്. എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഞാനിപ്പം നമ്മൾ ഷോർട്ടും കൂട്ടൊക്കെ ലൈക്ക് ആ രീതിയിൽ ഇട്ടിട്ട് പോലും ജോലിക്ക് വേണ്ടി ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ പോയിട്ടുണ്ട്, ജോലി കിട്ടുമോ നോക്കിയിട്ട്. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് ഫുൾ ഈ ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരാളാണ് ആ ഒരു ഏരിയയിൽ മാത്രം. എല്ലാവരെയും പോലെ ചെയ്യുന്നു, നോക്കുന്നു, ഒരു ജോലിക്ക് പോകുന്നു, ഒന്നും നടക്കുന്നില്ല. പല ജോലിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ഇതൊന്നും എനിക്ക് മാത്രം ജോലി കിട്ടുന്നില്ല. അന്ന് മനസ്സിലായില്ല എങ്ങോട്ടേക്ക് ലൈഫിന്റെ പോക്ക് എന്നുള്ള കാര്യം. പിന്നെയാണ് ഞാനിങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ മുഖേന സാഹിബ് ഹോസ്റ്റിനെ ഞാൻ അറിയപ്പെടുന്നത്, നിങ്ങളെ മാമിനെയും അറിയപ്പെടുന്നത്. അപ്പം പിന്നെ അവിടെ വന്നൊന്ന് ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ച് വന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കറിയുന്ന പോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ലൈഫിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തിപ്പെടുന്നത്, റിയൽ പ്രോപ്പർട്ടീസിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് അർഷാദ് വന്നത്. സെയിൽസിനോടുള്ള താല്പര്യം കൊണ്ടാണോ? മെയിൻ ആയിട്ട് ഓവർ ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ദുബായിലൊക്കെ MBA വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും CA കാരനാണോ, അങ്ങനൊന്നുമില്ല. എനിക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചിന്ത വെച്ചാൽ എങ്ങനെ ഒരു ജോലി ഫസ്റ്റ് കണ്ടുപിടിക്കാം, പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആക്കിയാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് പോവാം. അപ്പൊ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ജോലി നോക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ റീലൊക്കെ വരുമല്ലോ. അപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ റീൽ അയച്ചു, അവിടെ ഹയറിംഗ് ഉണ്ട്, ഇവിടെ ഹയറിംഗ് ഉണ്ട്. അങ്ങനെ പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ഒന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല, ഫീൽഡേ ഇല്ല. റിയൽ എസ്റ്റേറ്റിൽ ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂവിന് പോയി. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇന്റർവ്യൂവിന് വന്ന സമയത്തും ബെസ്റ്റ് ആയിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയി
ഒന്നും അറിയില്ലെങ്കിലും പോയിട്ട് എല്ലാം അറിയാന്നുള്ളൊരു ജസ്റ്റ് പഠിച്ചു വെച്ച് സംസാരിച്ച സമയത്ത് അതെ, ആൾക്ക് അർഷാദ് വന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ജാടിയിലൊക്കെ അർഷാദ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചേക്കാം. നമ്മള് ഫസ്റ്റ് കാണാനുണ്ട് ആ ഇംപ്രഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി സ്മൂത്ത് ആണെന്ന് ചോദിച്ചു. ഓക്കെ ഓക്കെ അങ്ങനെ അവിടുന്ന് ഇഷ്ടപ്പെട്ടു. നാളെ മുതൽ തന്നെ വരാൻ പറഞ്ഞു. ഓക്കെ. റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തു. നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ജേണി എങ്ങനെയാ ഫസ്റ്റ് ഡീൽ അടിച്ചത്? റിയൽ എസ്റ്റേറ്റിൽ ജോയിൻ ചെയ്തിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്ന. ഒരു 3-4 മാസം നല്ല സ്ട്രഗിൾ ആയിരുന്നു. ആ സ്ട്രഗിൾ എന്ന് പറയുകയാണെങ്കിൽ ചില ഡീലൊക്കെ നമ്മളെ കയ്യിലെത്തും, അത് പിന്നെ മിസ്സായി പോകും. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഇത് എന്തുകൊണ്ടാണെന്നുള്ള നമുക്കൊരു പിടുത്തമില്ല. പല ടെൻഷനും കാര്യങ്ങളും ചില സമയത്ത് കരയേണ്ട വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ഡീല് വരും, ലാസ്റ്റ് ചിലത് പേയ്മെന്റ് അടക്കും, പേയ്മെന്റ് അടച്ചിട്ട് പോലും ക്യാൻസൽ ആയി പോകും. ഒരു സ്ട്രഗിളിന്റെ മേലെ പിന്നെ ഒരു ദിവസം എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അങ്ങ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴും അർഷാദിന് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അർഷാദ് ഒന്നില്ലെങ്കിൽ അനുവിനെ വിളിക്കും, അല്ലെങ്കിൽ ഉസ്താദിനെ വിളിക്കും, എന്നിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ചുനോട് സംസാരിക്കും. ഈ 3 കാര്യങ്ങളാണ് അർഷാദ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പൊ അനുവിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു ഡീലും കണ്ടും ക്യാൻസൽ ആയി പോയ സമയത്ത്. ഫസ്റ്റ് ഡീലിന്റെ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വന്ന സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡീൽ. അതെ അതെ. ഭയങ്കര ഒരു കാരണം ടൈം എടുത്തു ഒരു ഡീൽ എടുക്കാൻ വേണ്ടിട്ട്. ഒരു 10 months എടുത്തു. റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നിട്ട്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. എന്നിട്ട് അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഡീൽ അടിച്ചു. അപ്പത്തെ ഉള്ളൊരു മനോഭാവം എന്താ? ആദ്യം തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് എങ്ങനെയാലും, കാരണം നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഒപ്പരമുള്ള എല്ലാവരും ഡീൽ അടിക്കുന്നത് ഭയങ്കര വിഷമമാണ്. കാരണം ഇത് എന്നെ കൊണ്ട് മാത്രം പറ്റുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഡെയിലി അതിന്റെ മേലെ വർക്കൗട്ട് ചെയ്യും, പഠിക്കാൻ നോക്കും, കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഫസ്റ്റ് ഡീൽ അടിച്ചതോട് കൂടിയിട്ട് മനസ്സിലായി ഇത് ചെയ്യാൻ പറ്റും. കാരണം ഫസ്റ്റ് ഡീലിൽ എനിക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളിൽ തന്നെ ഫസ്റ്റ് ഡീൽ ആ മണിക്കൂറിലാണ് തീർന്നത്. ഒരു മീറ്റിംഗ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫോണിൽ കൂടെ തന്നെ. അത് മേമോ ഒന്ന് എന്റെ അപ്പുറം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കോൾ ചെയ്യുന്നു, ഒരു മണിക്കൂറിലേക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ പേയ്മെന്റ് ഇടുന്നു, നമ്മൾ പോലും വിചാരിക്കാണ്ട് ആ ഡീലങ്ങ് നടന്നു. ഫസ്റ്റ് ഡീല്. പിന്നെ ഓരോ ഡീലും പിന്നെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് അർഷാദിന് ഓരോ ഡീലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ലൈഫിൽ നിന്ന് എന്താണ് പഠിച്ചത്? അതായത് അർഷാദിന്റെ ലൈഫിൽ ഒരു ചീത്ത സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു നല്ലൊരു സമയമുണ്ട്. ഈ 2 ലൈഫിൽ നിന്നും എന്താണ് പഠിച്ചത് അർഷാദ്? ഇപ്പൊ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് എത്തിപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ കഷ്ടപ്പാട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കഷ്ടപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ദുബായ് പോലത്തെ ഒരു രാജ്യത്ത് വന്നിട്ട് ഒരു ലൊക്കേഷനിൽ പോയി നമ്മളൊരു ജോലി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടപ്പെടാം. പലരും 8-10 പ്രാവശ്യം വിസിറ്റ് വിസ ഒക്കെ അടിച്ചിട്ടാണ് ഒരു ജോലി കിട്ടുന്നത്. ഞാൻ തന്നെ ഒരു 4 പ്രാവശ്യം വിസിറ്റ് വിസ പുതുക്കിയിട്ടാണ് ജോലി കിട്ടിയത്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എനിക്ക് എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമ്മൾ വിട്ടുകൊടുക്കാത്തൊരു മൈൻഡ് സെറ്റ് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്ത് ഇനിയിപ്പോ 100 വിസിറ്റ് വിസ അടിക്കേണ്ട വന്നാലും കുഴപ്പമില്ല, ഇതുകൊണ്ടേ പോകുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ ഒരു ബോധം വേണമല്ലോ. മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ സമയം കളയാനില്ല. കാരണം ഓൾറെഡി ഞാൻ കമ്മിറ്റഡാ, വൈഫുണ്ട്. സമയം കളയാനില്ല 23 വയസ്സുകാരനെ പറഞ്ഞത് അങ്ങനല്ല, ഓൾറെഡി വൈഫ് നാട്ടിലുണ്ട്. അപ്പൊ പലർക്കും സ്വന്തം കാര്യം നോക്കിയാൽ മതി, എനിക്ക് എന്റെ വൈഫിന്റെ കാര്യം നോക്കണം. അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട് അധികം ആരുമില്ല. നമ്മളെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും നല്ല പ്ലാൻഡ് ആയിരിക്കും ഓരോ കാര്യത്തിൽ. പിന്നെ ഒരു ബിസിനസ് തുടങ്ങണം, പക്ഷെ ഇതൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാവരും ലൈഫിൽ പ്ലാൻ ചെയ്യും, ഇന്ന ബിസിനസ് തുടങ്ങണം, ഇന്ന കാര്യം ചെയ്യണം. അപ്പൊ എനിക്ക് ഇതിനോട് താല്പര്യമില്ല, പ്ലാനിങ് നടക്കൂല. എനിക്ക് ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക. ഇപ്പൊ നാട്ടിലൊരു കാർ വാങ്ങണം, എനിക്ക് പ്ലാൻ ചെയ്യാൻ താല്പര്യമില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാനത് എവിടുന്ന് കടമായിട്ടാണ് ഞാൻ ചെയ്ത് തീർത്തിട്ട് പിന്നെ അടുത്ത കാര്യം ആലോചിക്കണം. അപ്പോഴേക്കും ഓൾറെഡി ഞാൻ കമ്മിറ്റഡ് ആയി. അപ്പൊ എല്ലാ കാര്യം ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കലാം. ഒന്നും പ്ലാൻ ചെയ്യില്ല, തോന്നുക അപ്പൊ ചെയ്യാം. അതും ചിലപ്പം തെറ്റിപ്പോവാം. അങ്ങനെ തന്നെയാണ് കല്യാണം, എല്ലാം അവിടെ വരെ എത്തി നിൽക്കുന്നതൊക്കെ. എല്ലാ കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും ലൈഫിൽ കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് ഒരു വർഷത്തെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്റെ ലൈഫിൽ എനിക്ക് അന്ന് വരെ പ്ലാൻ ചെയ്ത ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പൊ അർഷാദും ആ ഒരു സെയിം കാറ്റഗറി. പിന്നെ തന്നെ ആദ്യമൊക്കെ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും, അത് മുടങ്ങിപ്പോ. പിന്നെ ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പൊ ഈ വിളായി കണ്ണൂർ, ഇതിനൊക്കെ ഞാൻ ഇടം കൊടുക്കലില്ല. കാരണം ഇത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പ്ലാൻ ചെയ്താലല്ലേ കണ്ണൂർ വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് ആരോടെങ്കിലും പറഞ്ഞാലേ വരുള്ളൂ. ഇപ്പൊ ദുബായിൽ കാർ മേടിച്ചു, ദുബായിൽ വീട് മേടിക്കാനുള്ള പ്ലാനിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ലൈഫിൽ എന്താണ് ഒരു എയിം? സത്യം പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു എയിം ഇല്ല. കാരണം ഞാൻ എന്താ ഞാൻ പറയാം, ഞാൻ ഇന്നേ വരെ പ്ലാൻ ചെയ്ത് ഒരു കാര്യം ഇനിയിപ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് എയിം വെച്ച് നടക്കൂല. എനിക്കറിയില്ല ഇതെങ്ങനെ ഇത് ഈ പോക്ക് എങ്ങനെ പോകും നോക്കിയിട്ട്. ഇനിയിപ്പോ എനിക്കൊരു ടീമുണ്ട്, ഇപ്പൊ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാന്നുള്ളൊരു എയിം, നല്ലൊരു ടീമിനെ. അർഷാദിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഒരുപാട് പിള്ളേരുണ്ട്,
അർഷാദ് എന്റെ ട്രെയിനിങ് കിട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ലൈഫ് കാര്യങ്ങൾ നോക്കാം. പിന്നെ അർഷാദ് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ചാരിറ്റി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നതും ഞാൻ നിന്ന സാഹചര്യങ്ങൾ വെച്ചാൽ ആ രീതിയിലായിരുന്നു. ഫാദറോ മദറോ ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ ഞാൻ പരമാവധി ഇതേപോലെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നോക്കലുണ്ട്. ഞാനിപ്പോൾ ഒരു ദിറംസ് എവിടെയെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 ദിറംസ് ആയിട്ട് മാക്സിമം 2 മാസത്തിനുള്ളിൽ തിരിച്ചു വരും. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഡീലായിട്ട് വരാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും ടെൻഷൻ എന്താ, കൊടുക്കുന്നവരെ തീർന്നു പോകുന്ന ടെൻഷൻ. കാരണം എൻ്റെ ഒരു 10 രൂപ ഉണ്ട്, ഞാൻ 10 കൊടുത്ത് എനിക്കത് ടെൻഷൻ ഇല്ല. എൻ്റെ 10 പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവൻ ബാക്കിയുണ്ട്, ഞാൻ എങ്ങനെ തിരിച്ചു പിടിക്കുകയും ചെയ്യും, ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരികയും ചെയ്യും. ഈ കുഞ്ഞു പ്രായത്തിൽ ഇതുപോലെയൊക്കെ ചിന്തിക്കണം. ഇപ്പോഴത്തേക്ക് പിള്ളേരെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലൊക്കെ അടിച്ചു പൊളിക്കുക, എങ്ങനെ വീട്ടുകാരെ പറ്റിച്ച് ട്രിപ്പിന് പോവുക, ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുക. അതിന് പകരം ഇങ്ങനത്തെ ഒരു മൈൻഡ്, ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ഉസ്താദിൻ്റെ കൂടെ നിന്ന് വളർന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മൈൻഡ് മാറാനുള്ള കാരണം. ഇനി ഞാനൊരു കാര്യം അനുവിനോട് ചോദിക്കട്ടെ. അതായത് അർഷാദ് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ, എനിക്കറിയാം എന്തോരം ബിസിയാണ്, രാത്രി 12-1 മണി വരെയൊക്കെ കോൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ബിസി ലൈഫ് കാരണം തന്നെ അർഷാദിന് ഫാമിലി ലൈഫ് 24/7 കൂടി ഉണ്ടാവാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അനു ഹാൻഡിൽ ചെയ്യുന്നത്? തല്ലുകൊടുത്തുണ്ടാവാറുണ്ട്, എവിടെയാണ് വരാറുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ടോ വെച്ചാൽ ഇല്ല. ജോലിന്റെ ആവശ്യത്തിന് പോയാലൊന്നും ഞാൻ ചോദിക്കാറില്ല. കാരണം ഈ ഒരു ജോബിന് കയറുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം എനിക്കറിയാം. കാരണം അർഷാദ് ജോലി നോക്കി തുടങ്ങുന്ന മുതൽ ഞാനും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അർഷാദിന്റെ ഫുൾ ജേർണിയിൽ ത്രൂ ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്വഭാവം, ഈ ഒരു ജോലിയുടെ സ്വഭാവം എനിക്കറിയാം. അപ്പോ ഇത് നോർമലാണ്, ഈ ഒരു ജോലിയിൽ ഇങ്ങനെയാണ്, 24 hours ബിസി ആയിരിക്കും ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഒരു റിയൽ എസ്റ്റേറ്റിൽ കയറാനും അച്ചീവ് ചെയ്യാനും ഒക്കെ. അതുകൊണ്ട് എനിക്കത് വലിയ കുഴപ്പമില്ല. ഞാനത് ഏതോ ഒരാൾ കോംപ്രമൈസ് ചെയ്യണമല്ലോ, രണ്ടാളും ഒരേപോലെ വേണമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് എനിക്കത് വലിയൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സത്യം പറയട്ടെ, അനുവിന്റെ ഐശ്വര്യമാണ് അർഷാദിന്റെ ലൈഫിൽ റിഫ്ലക്ട് ഡീല് ഞാൻ അടിച്ചത് തന്നെ. അനു ദുബായിലേക്ക് എത്തി 2 ദിവസത്തിനുള്ളിൽ ആ ഒരു 8-9 മാസം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പക്ഷെ 9 മാസം കഴിഞ്ഞ് ഞാൻ എപ്പോഴും അനുവിനെ വിളിച്ചു പറയും, അല്ലെങ്കിൽ മാം നടത്തുമ്പോൾ സാറിനോട് പറയും, അല്ലെങ്കിൽ ഉസ്താനെ വിളിച്ചു പറയും. എനിക്ക് ടെൻഷൻ ഉണ്ട്, വിഷമമുണ്ട്. കാരണം നമുക്ക് ഫ്രണ്ട്സ് ആരും വെറുതെ ചർച്ച ചെയ്ത സമയങ്ങൾ ആരുമില്ല. അപ്പൊ അനു എന്ന് ദുബായിലേക്ക് വന്ന് 2 ദിവസത്തോടുകൂടി എൻ്റെ ഫസ്റ്റ് ഡീൽ അടിച്ചു. പിന്നെ അനു അന്ന് മുതൽ ഇന്ന് വരെ മാമിന് അറിയിപ്പം വയസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് ഇതിൽ ഇന്ന് വരെ 24 ഇപ്പൊ നാട്ടിൽ പോകാൻ അനുണ്ടാവും, തിരിച്ചു വരാൻ അനുണ്ടാവും. 24 hours ഞാൻ ഇവിടെ ട്രാവൽ ആണെങ്കിൽ അധികം അനുണ്ടാവും. അപ്പൊ അങ്ങനെ ഒക്കെ സമയത്ത് എന്റെ എല്ലാ ലൈഫിലും ഓൾമോസ്റ്റ് കാര്യങ്ങൾ നടക്കുന്നവരും എനിക്ക് ആ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവില്ല. അതെ, ആ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് കൂടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. അനുവിന്റെ ഫാമിലിയിലാണെങ്കിലും അർഷാദിന്റെ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾക്കറിയാലോ, പണ്ടും നിങ്ങളുടെ കൂടെ അവരുണ്ടായിരുന്നു, ഇപ്പോഴും നിങ്ങളുടെ കൂടെ അവരുണ്ട്. ഇപ്പൊ അർഷാദ് നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേറ്റീവ്സിലോ അങ്ങനെയൊക്കെ ഫാമിലിയിലൊക്കെ നല്ല രീതിയിൽ അത് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വരുമ്പോഴുള്ള അർഷാദിന്റെ ഒരു സ്പേസ് വാല്യൂ ഇപ്പൊ ഉള്ളത്. ഇപ്പം അർഷാദിന്റെ ഡിസിഷൻ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ ഒരു എന്തൊരു കാര്യത്തിലായിരിക്കട്ടെ, ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ ഒരു അഭിപ്രായം പറയാനും എല്ലാത്തിനും അർഷാദിന് ഇപ്പൊ ഒരു സ്പേസ് ഉണ്ട്. ആദ്യം അതില്ലായിരുന്നു, കാരണം ജോലിയില്ല, അത്രേ പ്രായമുള്ളൂ, പിന്നെ കല്യാണം കഴിച്ചു വന്നല്ലാതെ പ്രത്യേകിച്ച് ഈ തീരുമാനം ഇവന്റെ ഒക്കെ അഭിപ്രായം കേൾക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. അവര് നോക്കുമ്പോ പ്രത്യേകിച്ച് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും സ്നേഹമുണ്ട്. അർഷാദിന്റെ വാക്കുകൾക്കൊക്കെ സ്നേഹം അന്നുണ്ട്, ഇന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ കുറച്ചുകൂടി പല കാര്യങ്ങളിലേക്കും വെൽക്കമിങ് ആണ്. ഡിസിഷൻ ആയിക്കോട്ടെ, സ്പേസ് ഉണ്ട്, അങ്ങനെയൊക്കെ. അങ്ങനെ ഓക്കെ. ഇനിയിപ്പോൾ അർഷാദിന്റെ ഒരു ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ പിള്ളേർ ആദ്യം ഡിഗ്രി എടുക്കും, പിന്നെ ഡോക്ടറേറ്റ് എടുക്കും, പിന്നെ മറ്റേ MBBS അത് എഞ്ചിനീയറിങ്, അങ്ങനെ പിന്നെ എന്തൊക്കെയൊക്കെയോ പഠിക്കും അല്ലേ. അങ്ങനെ ലൈഫിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതലും വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയിലേക്ക് ഇറങ്ങി നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാത ചൂസ് ചെയ്യാം. അങ്ങനെയാണോ അർഷാദിന്റെ ഒരു? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ നാട്ടിലെ കുട്ടികളായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആകെ എനിക്ക് തോന്നിയൊരു വെച്ച് കഴിഞ്ഞാൽ നാളെ എന്താന്നുള്ള ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇന്നൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ ഈ ജോലി കിട്ടും. ഞാനിപ്പോ ഡിഗ്രി തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താക്കാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ അതിനുള്ള അടുത്ത വഴി നോക്കാന്നുള്ളൂ, ജോലിക്ക് പോകുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ആദ്യമൊക്കെ സപ്ലി ഉണ്ടായിരുന്നു. സപ്ലി ഉണ്ടാകുന്നത് എനിക്ക് ഫുൾ ടെൻഷനാണ്. ഈ ഡിഗ്രിയിലാണ് ഞാൻ എന്ത് ജോലിക്ക് പോകും? അപ്പൊ എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ എനിക്ക് കുട്ടികളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം.
രണ്ട് നാളെ എന്താണെന്നുള്ള കാര്യം ആരുടെ കയ്യിലല്ല. ഇപ്പൊ എന്റേതും അല്ല ആരതും അല്ല. അപ്പൊ നാളെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലും എത്തും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും നമ്മളെ ലൈഫ് മുന്നോട്ട് പോലെ നമ്മളിപ്പം വെൽ പ്ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ഇപ്പൊ തോറ്റിന് അടുത്ത പണി നോക്കുക, ഇപ്പൊ ജയിച്ചു ഇനിയിപ്പോ അടുത്തുള്ള കാര്യം നോക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാം, ഇപ്പൊ എന്റെ ടീമിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്, ഇനിയിപ്പോ ആദ്യം കസ്റ്റംസിൽ ഉണ്ടായ ഒരാളിപ്പോ ഉണ്ട്, ഇപ്പം ക്രിക്കറ്റ് പ്ലെയറിന്റെ ടീമിലുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല റിയൽ എസ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ഞാൻ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ വയ്ക്കുന്ന സമയത്ത് HR പഠിച്ച ഒരാളുണ്ട്, MBA കഴിഞ്ഞ ഒരാളുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നതായിട്ട് ഒരിക്കലും നമ്മൾ അന്ന് ആ ജോലിയിലേക്ക് എത്തിപ്പെടുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വെൽ പ്ലാൻഡ് ആക്കിയിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല, കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ പിന്നെ അർഷദ് നല്ല ക്രിക്കറ്റ് പ്രേമിയാണ് അല്ലെ? ഈ ക്രിക്കറ്റിലേക്ക് എങ്ങനെയാണ് വന്നത്? കുഞ്ചും അതെ അർഷദും അതെ, ഇവര് രണ്ടുപേർക്കും അടിപൊളി ക്രിക്കറ്റ് എന്ന് പറഞ്ഞ പ്രാന്താണ് അല്ലേ? എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെയാണ് ക്രിക്കറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ ഒരു നല്ലൊരു ടീമായിട്ട് നമ്മൾ പല ക്രിക്കറ്റ് ഗെയിമിലും വിൻ ചെയ്ത് BMW കപ്പടിച്ച് ശ്രീശാന്തിന്റെ ഒക്കെ അതെ. പിന്നെ ഇപ്പൊ റീസെന്റ് നമ്മൾ വേറൊരു കപ്പടിച്ചു. അതെ അതെ, ഞങ്ങളിപ്പോ സ്ഥിരം കപ്പടിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതിനെത്തിക്കുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വരാൻ കാരണം? താല്പര്യം നമ്മൾ 24 hours റിയൽ എസ്റ്റേറ്റിന്റെ ബാക്കിലാണ്, നമുക്ക് ഒരു ടൈം വേറെ വേസ്റ്റ് ചെയ്യാനില്ല. ഒന്നെങ്കിൽ നമ്മൾ രാവിലെ ഇരുന്നു ഓഫീസിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ടീമിന് നോക്കണം. ഇതിനിടയിൽ നമ്മളും മനുഷ്യന്മാരാണ്, കുറച്ച് നമുക്കൊരു എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ്. അധികം നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ക്ലയൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആകെ ഒരു എൻജോയ്മെന്റ് വെച്ചാൽ കുറച്ച് സമയത്ത് കളിക്കാൻ പോവുക, എന്തെങ്കിലും പ്ലാൻ ചെയ്യുക, മൈൻഡ് റിയൽ എസ്റ്റേറ്റിൽ ഒന്ന് ഇറക്കി വെച്ച് കുറച്ചൊന്ന് മാറ്റാൻ വെച്ചാൽ ക്രിക്കറ്റ് മാത്രം. ശരിക്കും അർഷദ് എന്ന് പറഞ്ഞ ഒരാള് നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ, അതായത് എനിക്കും കുഞ്ചിനും ഇപ്പൊ ഓഫീസിലെല്ലാവരും കളിയാക്കുന്നത് ഞങ്ങളുടെ മോനാണ് അർഷദ് ആണ് എല്ലാവരും. വീട്ടിൽ ഉപ്പേ പറയില്ല. അപ്പൊ അങ്ങനെ മോനെ പോലെയാണ്. കാരണം കുഞ്ഞുകുട്ടി എന്നാ നല്ല ആക്റ്റീവ് സ്മാർട്ട്, നമ്മുടെ വീട്ടിലൊരു വികൃതി കുട്ടി ഉണ്ടെങ്കിൽ എങ്ങനെയാ അതുപോലെയാണ് ഓഫീസിൽ അർഷദ്. എല്ലാവരും 24 മണിക്കൂർ ഒന്നെങ്കിൽ നിങ്ങളെപ്പറായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലാണ്. ഈ കമ്പനി ഇതാണ് ലൈഫ്, അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ഡെഡിക്കേഷൻ. ഇതിപ്പോ ചില വീഡിയോസ് ആണെങ്കിലും ഇത് കുറച്ച് ഓവറാന്നൊക്കെ ആയിരിക്കും. ഇത് ഓവർ എന്നല്ല, പക്ഷേ നമുക്ക് നല്ലൊരു മെയിൻ ആയിട്ട് വെച്ചാൽ പൈസനേക്കാളേറെ വേറെ എന്തിനേക്കാളേറെ ഏറ്റവും വലിയ കാര്യം സമാധാനം ആകെ കിട്ടുന്നത്. പലർക്കും ഓഫീസിൽ പോകുന്ന സമാധാനം കേടായിരിക്കും. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെപ്പോ നിൽക്കുന്ന ഫാമിലി, ഇതൊക്കെയാണ് ആകെ ഒരു സമാധാനം. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പണി കറക്റ്റ് ആണ്, പൈസ ഉണ്ടാക്കാൻ പറ്റും, വലിയ ടെൻഷനുള്ള കാര്യമില്ല. പക്ഷെ അതിന് അപ്പുറത്തേക്ക് ഒരു എൻജോയ്മെന്റ് എന്നാണെങ്കിൽ ഈ കാണുന്ന ഫാമിലി പോലത്തെ ഓഫീസും കാര്യങ്ങളും നിങ്ങളെല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ സമയത്ത് കുറച്ചും കൂടി സമാധാനം കിട്ടുന്നത് നിങ്ങൾ പറയാം. അപ്പൊ പിന്നെ നിങ്ങൾ വന്നിരിക്കും. ഓക്കെ, നമ്മളുടെ ഈ ഒരു സക്സസ് സ്റ്റോറീസ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇനി മുന്നോട്ട് എന്ത്, ഇനിയൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ലൈഫിൽ സ്റ്റക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ അർഷദ്? സ്വാഭാവികമായിട്ടും ഞാനും പഠിച്ചതാണ്, എല്ലാവർക്കും അങ്ങനെ ലൈഫിൽ സ്റ്റക്കുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ജോലി ഇല്ലാത്ത സമയത്ത് അധികം വീട്ടിലിരിക്കാണ്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി നടക്കും. മാക്സിമം ചെയ്യണമെന്ന് വെച്ചാൽ നെഗറ്റീവ് എങ്ങനെയെങ്കിലും മാറിയിരിക്കുക. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എവിടെയെങ്കിലും പോയിരിക്കുക, ഓപ്പർച്യൂണിറ്റി നോക്കുക, 2 കൊല്ലം എങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കുക. എന്തെങ്കിലും ഒരു ജോലി ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി വെച്ച് നിങ്ങളെ വരുമാനം തൽക്കാലം കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സേഫായി. നമ്മൾ ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം വരണം. പിന്നെ നമുക്ക് സമയമുണ്ട്. പിന്നെ 2 വർഷം കറക്റ്റ് ആയിട്ട് വെൽ പ്ലാൻ ചെയ്യാം, എന്തിലേക്ക് പോകണം, എങ്ങനെ പോകണം എന്നുള്ളവരും. അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ആ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് എന്തായിക്കോട്ടെ, അപ്പൊ ഞാൻ വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ നാട്ടിലായിക്കോട്ടെ ലോകത്ത് എവിടെ ആയിക്കോട്ടെ, ഈ ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് ഇരിക്കുന്നതിന് പകരം എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ അർഷദിന്റെ ലൈഫ് സ്റ്റോറി. ഈ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് നമ്മുടെ അർഷദ് ഇത്രയും സക്സസ്ഫുൾ ആയത് എന്നുള്ളതിന് ഇനി ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഒന്നേ ഉള്ളൂ, സത്യസന്ധമായി ജീവിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, എവിടെയും തളരാതെ മുന്നോട്ട് പോവുക. അത് തന്നെയാണ് ഈ ഒരു സക്സസിൻ്റെ തെളിവും അല്ലേ? സോ ഇനി നമ്മുടെ അർഷദിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. മറ്റൊന്നുമല്ല, ഇതൊരു ഫോർ എവർ റോസ് ആണ്. ഈ റോസ് ഒരിക്കലും പാടില്ല, റിയൽ റോസ് ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫും സക്സസ്സും എപ്പോഴും ഫോർ എവർ ആവട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. നിങ്ങൾക്കും ഇതുപോലുള്ള നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.